അതെ, ഇതെന്താ സാധനമെന്നറിയോ? കണ്ടു കഴിഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ് പോലില്ലേ? ഇതാണ് ജാപ്പനീസ് ലോങ് ഫ്രൈസ് കേട്ടോ. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ടൊമാറ്റോ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പം മോൻ കുറേ ദിവസമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ദേ 3 മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ട് കുക്കറിലേക്ക് വേവിക്കാനായിട്ട് വെച്ചു. ഇനി ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി ചൂടോടുകൂടി തന്നെ ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് അളവിൽ കോൺഫ്ലോർ, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഒറിഗാനോ എന്നിവ ചേർത്തിട്ട് കൈ കൊണ്ടിട്ട് നന്നായിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ല അതേപോലെ തന്നെ അങ്ങോട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ല ക്ലീൻഡ് ആയിട്ടുള്ളൊരു കവർ എടുക്കണേ. നിങ്ങളുടെ കയ്യിൽ സിപ്പ് ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതിയാകും. ഇനി അതിനുള്ളിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നല്ല തിക്കായിട്ട് തന്നെ അങ്ങോട്ട് പരത്തണം കേട്ടോ. തിന്നായി പോകരുത്, അത്യാവശ്യം തിക്നെസ്സിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റത്തേക്ക് വെക്കാം. എന്നിട്ട് ഇത് പുറത്തേക്ക് എടുക്കുക. മേലത്തെ കവറിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതൊന്നും അത്യാവശ്യം ഷേപ്പാക്കി കൊടുത്തിട്ട് ഇതേ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത്യാവശ്യം തിക്കായിട്ട് തന്നെ എടുത്തോളൂ. എന്നിട്ട് നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ചൂടാകാനായിട്ട് വെക്കാം. ഞാനിവിടെ അതിഥിയുടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടാവാനായിട്ട് വെക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് പതുക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. ഇവിടെ കുഞ്ഞിനും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമായി. നമ്മുടെ നോർമൽ ഫ്രഞ്ച് ഫ്രൈസിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.